ഇത് അരവിന്ദൻ വാങ്ങിച്ചതല്ലേ? അതെ അമ്മേ, ഇത് ഞാൻ വാങ്ങിയത് തന്നെയാ. അമ്മ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ 3 പേരുടെയും ഉള്ളു എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഞാൻ നിങ്ങളുടെ അമ്മയാവുന്നത്? നിങ്ങൾ രണ്ടാളും വാങ്ങിയ സാരികൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും അമ്മ ഈ പിറന്നാളിന് അനന്ത് വാങ്ങിയ സാരിയെ ഉടുക്കുന്നുള്ളൂ. എന്തോ ഇതിനോട് ഇത്തിരി ഇഷ്ടക്കൂടുതൽ തോന്നുന്നു അമ്മയ്ക്ക്. ലേട്ടാ, എന്റെ കൈപുണ്യം കണ്ടിട്ട് വേണം അമ്മ എന്നെ പിടിച്ച് അഴകത്തമ്മയാക്കാൻ. അഴകത്തമ്മയാവാൻ മോഹിച്ച് കുറെ കാലമായി ശ്രമിക്കല്ലേ? ഓ, എന്നിട്ട് ഇതുവരെ ആ പരിശ്രമം വിജയിച്ചില്ലല്ലോ. എങ്കിലേ ഇത്തവണ വിജയിക്കും. അതിനുള്ള കരുനീക്കങ്ങളൊക്കെ ഞാൻ നടത്തി വെച്ചിട്ടുണ്ട്. എന്ത് നീക്കങ്ങള്? എന്നോടുകൂടി ഒന്ന് പറ. അത് പിറന്നാൾ സദ്യ ഗംഭീരമാണല്ലോ. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ മേ വേണ്ടത്. പച്ചടി, കിച്ചടി, തോരൻ, കാളൻ, അവിയൽ, പുളിശ്ശേരി, എരിശ്ശേരി എന്ന് വേണ്ട ചക്കപ്പായസം വരെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഹോ, എല്ലാത്തിനും സഹായിക്കാൻ ഞാനും കൂടെ ഉണ്ടായിരുന്നു. പായസത്തിന് ഉപ്പൊക്കെ ശരിക്ക് ചേർത്തിട്ടുണ്ടല്ലോ അല്ലേ? അമ്മേ, എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായി. കുറെ കാലം കൂടിയിട്ടാ അഴകത്തിങ്ങനെ ഒരു നല്ല ദിവസം ഉണ്ടാവുന്നത്. സത്യവാ. ആ, കഴിക്കാറായല്ലോ. എല്ലാം ടേബിളിലേക്ക് എടുത്തു വെച്ചോ. ഞാനും കൂടി സഹായിക്കണോ? അയ്യോ, വേണ്ട വേണ്ട, ഒക്കെ ഞങ്ങൾ ചെയ്തോളാം. അമ്മ കഴിക്കാൻ ചെന്നിരുന്നോ? ബാലാമണി എവിടെ? ഞാൻ അവളെ ഒന്ന് നോക്കട്ടെ. എന്ത് പറഞ്ഞാലും അവസാനം ബാലാമണിയിൽ കൊണ്ടുവന്ന് നിർത്തും. എല്ലാം അവള് തന്നെ വിളമ്പി കൊടുക്കട്ടെ. ഒറ്റ സാധനം ഞാൻ വിളമ്പാൻ പോകുന്നില്ല. എന്തായാലും ആ സൂക്കേട് ഇന്നത്തോടെ തീർന്നോളും. അതെന്താ മൈഥിലി അങ്ങനെ പറഞ്ഞത്? ആ, അതൊക്കെ ഉണ്ട്. ബാലാമണിക്ക് ഒരു ഉഗ്രൻ പണി വരുന്നുണ്ട്. അതെയോ? എന്താ അത്? പറഞ്ഞതിന്റെ സുഖം കളയുന്നതിലും നല്ലത് അത് നേരിട്ട് കാണുന്നത് തന്നെയല്ലേ. നമുക്ക് കാണാം. എന്താ നിങ്ങളാരും ഇരിക്കാത്തത്? ഇരിക്കേ. ഇല്ലമ്മേ, ഇവരാരും ഇപ്പൊ ഇരിക്കുന്നില്ല. അപ്പൊ പിറന്നാൾ സദ്യ ഞാൻ മാത്രം ഇരുന്ന് കഴിക്കാനോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. എല്ലാവരുടെ ഒപ്പം ഇരുന്നല്ലേ പിറന്നാൾ സദ്യ കഴിക്കേണ്ടത്. അമ്മയുടെ പിറന്നാളിന് അമ്മ തനിച്ചിരുന്നാ മതി. എന്റെ മക്കളും മരുമക്കളും നീയും ഒപ്പം ഇരുന്ന് കഴിക്കാതെ ഞാൻ ഇത് കഴിക്കില്ല. അമ്മയുടെ ഈ 3 മക്കളും അമ്മയ്ക്കൊപ്പം ഇരിക്കുന്നില്ല. അപ്പൊ പിന്നെ അവരെങ്ങനെയാ എന്റെ പിറന്നാൾ സദ്യ കഴിക്കുന്നത്? അമ്മ അവർക്ക് വാരി കൊടുക്ക്, കുഞ്ഞിലെ വാരി കൊടുത്തതുപോലെ. ഏയ്, അതൊന്നും വേണ്ട. എന്താ വേണ്ടാത്തത്? അമ്മയ്ക്ക് നാണക്കേടുണ്ടോ? അതുകൊണ്ടല്ല. പിന്നെന്താ? ദേ, ഇവർക്ക് 3 പേർക്കും ഒരു നാണക്കേടുമില്ല. അമ്മയുടെ കയ്യിൽ നിന്നും ഒരു ഉരുള ചോറ് കഴിക്കാൻ ഇവർക്ക് എന്ത് കൊതിയാണെന്നറിയോ? പിറന്നാളിന് ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും അഴകത്തമ്മ അത് കൊടുക്കണം. ഈ ബാലാമണി ചോദിക്കുക, അമ്മ ഇവർക്ക് ആഹാരം കൊടുക്കുന്നത് എനിക്ക് കാണണം. അമ്മേ,
ബാലാമണിയുടെ അതേ ആഗ്രഹം തന്നെയാ ഞങ്ങൾക്കും. അല്ലേടാ? അതെ അമ്മേ. ആ അരവിന്ദു, ഓ, മോൻ വാ. ആ, എന്താടാ? അമ്മയുടെ ഈ വിളി കേട്ടപ്പോ അറിയാതെ എന്റെ മനസ്സ് ഒരു 10-30 വർഷം പുറകിലോട്ട് പോയമ്മേ. ഞങ്ങളെ കുട്ടികളായിരിക്കുമ്പോഴേ അമ്മ ഇങ്ങനെ തന്നെയാ ഞങ്ങളെ കഴിക്കാൻ വിളിക്കുന്നത്. ആനന്ദേ, ചെലതാ. ആ, അമ്മേ, എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്നറിയോ ഇത്ര രുചിയായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്? എന്താടാ? ചെല്ല്. നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? എനിക്ക് ഒരു ഉരുള ചോറും കൂടെ തരും അമ്മേ. മോൻ വാ. എല്ലാം ഒപ്പിച്ചു വച്ചിട്ട് നീ ഇവിടെ മാറി നിൽക്കുകയാണല്ലേ? ഇങ്ങ് വാ. അയ്യോ അമ്മേ, ഒരു ഉരുളയ്ക്ക് നിനക്കും അർഹതയുണ്ട്. കഴിക്കേ. ഞാനും ഒരു ഉരുള ചോദിച്ചാലോ? ഉവ് തരും, പക്ഷെ ഇന്നായിരിക്കില്ല, കർക്കിടക വാവിനായിരിക്കും. മൈഥിലി, ഇനി നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? ഇത്രയും സന്തോഷമുള്ളൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. ഇന്ന് തന്നെയാണ് ആ ചടങ്ങ് നടത്തേണ്ടതെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതെ, അത് ഇന്ന് തന്നെ നടക്കണം. ചില കാര്യങ്ങൾക്ക് ചില സമയങ്ങൾ കുറിക്കപ്പെടുന്നുണ്ട്. ആ സമയത്ത് തന്നെ അത് ചെയ്യണം. എൻ്റെ മനസ്സിലെന്താണെന്നും ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്നും നിങ്ങൾക്കാർക്കും ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ? അത് നിങ്ങളുടെയൊക്കെ മുഖത്തുനിന്ന് തന്നെ എനിക്ക് വായിച്ചെടുക്കാം. ഞാനൊരു നല്ല തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അർഹതപ്പെട്ട ഒരാൾക്ക് അയാൾ അർഹിക്കുന്ന ഒരു പദവി ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ബാലാമണി,
എന്താ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നത്? ഇപ്പോ എന്തിനാ ബാലാമണിക്ക് ഇങ്ങനൊരു മാറ്റമെന്ന് വച്ചിട്ടാണോ? എങ്കിൽ എല്ലാവരും കേട്ടോളൂ. ഈ ബാലാമണി തന്നെയാണ് അടുത്ത അഴകത്തമ്മ. അമ്മയുടെ ഈ തീരുമാനത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ പറയാം. എതിർക്കണമെന്നുള്ളവർക്ക് എതിർക്കാം. ഇല്ലമ്മേ, എനിക്കിതിൽ ഒരു എതിർപ്പുമില്ല. അമ്മയുടെ തീരുമാനം 100% ശരിയാ. ആനന്ദിന്റെ അഭിപ്രായം എന്താ? തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തില് അമ്മയ്ക്ക് തെറ്റുപറ്റില്ലെന്ന് എനിക്കറിയാം. ഇത് തന്നെ ശരിയായ തീരുമാനം. നിനക്കോടാ എന്താ? നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ? ഞാൻ ഈ തീരുമാനത്തെ എതിർത്ത അമ്മ അത് അംഗീകരിക്കോ? നിനക്ക് എതിർക്കണമെങ്കിൽ എതിർക്കാം. എതിർക്കാൻ നീ പറയുന്ന കാരണങ്ങൾ പക്ഷേ എനിക്ക് ബോധ്യപ്പെടണം. അമ്മയുടെ തീരുമാനത്തെ എതിർക്കാനുള്ള ഒരു കാരണവും എനിക്ക് പറയാൻ തോന്നുന്നില്ല. അതിന്റെ അർത്ഥം നീയും ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്നാണ്. അമ്മേ, താലിയില്ലാത്ത ബാലാമണിക്ക് അഴകത്തമ്മയാവാൻ പറ്റുമോ? താലിയില്ലാത്ത ബാലാമണി അഴകത്തെ വീട് ഭരിക്കണമെന്നതാണ് എന്റെ തീരുമാനം. അഴകത്തമ്മയായിട്ട് ഞാൻ ആരെ തീരുമാനിക്കുന്നുവോ ആ ആള് തന്നെയായിരിക്കും പിന്നീട് അങ്ങോട്ട് അഴകത്തെ വീട് ഭരിക്കുന്നത്. എന്റെ മക്കളും 3 പേരും ആ തീരുമാനത്തോട് യോജിക്കുകയും ചെയ്തു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഈ തീരുമാനത്തോട് എതിർപ്പുണ്ടെങ്കിൽ അതെനിക്കൊരു പ്രശ്നമല്ല. അല്ല, എനിക്ക് എതിർപ്പുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അഴകത്തമ്മയാകാനുള്ള എന്ത് യോഗ്യതയാ ഇവൾക്കുള്ളത്? അഴകത്തുകാര് മുഴുവൻ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ നിന്നപ്പോ സഹായത്തിനുണ്ടായിരുന്നത് ഇവള് മാത്ര. അതാ ഇവൾക്കുള്ള യോഗ്യത. ഓ, അപ്പോ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ എന്നെ എതിർത്ത് തോൽപ്പിക്കാനുള്ള അമ്മയുടെ പുതിയ ആയുധമാണിവൾ. അതല്ലേ കുറച്ചുകൂടി ശരി? നിനക്ക് നിന്റെ ബുദ്ധിയും ചിന്തയും അനുസരിച്ച് എന്റെ തീരുമാനത്തെ എങ്ങനെ വേണമെങ്കിലും കാണാം. അതൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല. നിന്റെ കൂടി അറിവിലേക്ക് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇനി അഴകത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ബാലാമണിക്ക്. ഇവൾ എന്ത് തീരുമാനമെടുത്താലും അഴകത്തുള്ളവർ അതിനെ അനുസരിച്ചേ പറ്റൂ. അമ്മയുടെ വഴക്കിനൊന്നും നിൽക്കണ്ട. നീ ഒറ്റപ്പെടും. ബാലാമണിക്ക് അഴകത്തമ്മയായിട്ട് വാഴാനൊന്നും പറ്റൂല. ജോത്സ്യൻ പ്രവചിച്ച 10ാം നാൾ ഇന്നാ. സ്വർണം മോഷ്ടിച്ചത് ആരാണെന്ന് ഇന്നറിയാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. വി ആർ ഫ്രം എൻഫോഴ്സ്മെന്റ്. ഞങ്ങൾ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് വന്നതാ. കസ്റ്റഡിയിൽ എടുക്കാനോ? ആരെ? ബാലാമണിയെ. ബാലാമണിയെ കസ്റ്റഡിയിൽ എടുക്കാനോ? അതെ. എന്ത് കാര്യത്തിന്? കൃത്യമായ രേഖകളില്ലാതെ 15 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയതിന്.
അഴകത്ത് വീട്ടിലേക്ക് ബാലാമണി കൊണ്ടുവന്ന 15 കോടി രൂപയുടെ സോഴ്സ് ഞങ്ങൾക്കറിയണം. അത് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ആ പണത്തിന്റെ സോഴ്സ് തെളിയിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എന്റെ കയ്യിൽ ഒരു ഡോക്യുമെന്റ്സും ഇല്ല. ആ 15 കോടി രൂപ ആരാ നിങ്ങൾക്ക് നൽകിയത്? നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇല്ല, എനിക്കത് പറയാൻ കഴിയില്ല. ഞങ്ങൾ പറയിപ്പിച്ചോളാം. ടേക്ക് ഹെയർ. സാർ പ്ലീസ് അരുത്. ഇന്നത്തെ ദിവസം എന്റെ മോളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുത്. സോറി മാഡം, ഈ റിക്വസ്റ്റ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവരെ കൊണ്ടുപോയേ പറ്റൂ. ആ പണത്തിന്റെ സോഴ്സ് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ബാലാമണി ഞങ്ങൾ റിലീസ് ചെയ്യാം. സാർ, ആ പണം എവിടെ നിന്ന് വന്നെന്നും ആരാണ് കൊടുത്തതെന്നും അഴകത്തുള്ളവർക്ക് ആർക്കും അറിയില്ല. അറിയാവുന്നത് ബാലാമണിക്ക് മാത്രം. ഞങ്ങളൊക്കെ എത്ര ചോദിച്ചിട്ടും അവളത് പറയുന്നുമില്ല. ഇനി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. കവിതേ, സത്യമല്ലേ ഞാൻ പറയുന്നത്? ആ പണം വന്ന വഴി ഏതാണെന്ന് അമ്മയ്ക്കറിയോ? അറിയാമെങ്കിൽ അതിവർക്ക് പറഞ്ഞു കൊടുത്ത് ബാലാമണിയെ രക്ഷിക്കും. ഒന്നുമില്ലെങ്കിലും അടുത്ത അഴകത്തമ്മ ആകാൻ പോകുന്ന ആളല്ലേ ബാലാമണി. സർ, ബാലാമണി ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോരുത്. നിങ്ങളുടെ ഓഫീസിലേക്ക് ഞങ്ങൾ അവളെ കൊണ്ടുവരാം. കുറ്റവാളികളെ കൊണ്ടുപോകാൻ സർക്കാർ വാഹനമുണ്ട്. അതിൽ തന്നെ അവരെ കൊണ്ടുപോകാവൂ. എന്താ ബാലാമണിയെ മാക്സിമം ഹറാസ് ചെയ്യണോ? സാറ് നല്ല നിർബന്ധമുള്ള പോലെ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ഡ്യൂട്ടി നിന്നു, അല്ലാതെ ആരെയും ഹറാസ് ചെയ്യാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. ഒരു കാര്യമൊന്നും പറയാമോ? അഴകത്ത് 15 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നുവെന്നും ആ പണം കൊണ്ടുവന്നത് ബാലാമണിയാണെന്നും എൻഫോഴ്സ്മെന്റിനെ അറിയിച്ചതാരാ? അത് നിങ്ങളോട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. എന്താ നോക്കിക്കുന്നേ? പിടിച്ചുകൊണ്ട് ജീപ്പിക്കട്ടെ. വരൂ, എന്നെ ആരും പിടിച്ചു വലിക്കണ്ട. ഞാൻ വന്നോളാം എങ്ങോട്ടായാലും. സാർ, ഞാൻ മോളെ. സാരമില്ലമ്മേ, എന്നെ ഓർത്തമ്മ വിഷമിക്കണ്ട. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനാ മോളെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അഴകത്തി വീടിനെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ ആ പണം തന്നത് ആരാണെന്ന് അമ്മയോടെങ്കിലും ഒന്ന് പറ. ഇല്ലമ്മേ, ഞാനത് പറയാൻ പാടില്ല. അത് വിശ്വാസവഞ്ചനയാ. മോളെ, മോളെ, അരവിന്ദ, അനന്തു, മക്കളെ, അവളെ കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. ഗതികെട്ട് നിന്നപ്പോ നമ്മളെ രക്ഷിച്ചവൾ അവൾ. അവളെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. മോളെ, മോളെ. അമ്മ വാ. ബാലാമണി അഴകത്തേക്ക് കൊണ്ടുവന്ന 15 കോടി രൂപയുടെ സോഴ്സ് എന്താണെന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് ഇത്. സംശയിക്കണ്ട, ബാലാമണിക്ക് ആ 15 കോടി രൂപ കൊടുത്ത ആൾ ഞാൻ തന്നെയാ. തെറ്റായ ഒരു ഇൻഫർമേഷൻ ഞങ്ങളെ മിസ്ഗൈഡ് ചെയ്തു. അതുകൊണ്ട് സംഭവിച്ചൊരു അബദ്ധമാണിത്. ഇപ്പോൾ എല്ലാ തെളിവുകളും സഹിതം
ഡോക്ടർ അഭിരാമി ഞങ്ങളെ സത്യസ്ഥിതി ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇങ്ങനൊരു കേസും ഇല്ല, ബാലാമണി കുറ്റക്കാരിയുമല്ല. ഒന്ന് ചോദിച്ചോട്ടെ, ആരായിരുന്നു നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ തന്നത്? വിളിച്ചതൊരു സ്ത്രീയായിരുന്നു. ഇത്തരം ആൾക്കാർ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താറില്ല. ഞങ്ങൾ അത് ചോദിക്കാറുമില്ല. എനിവേ, കുറച്ചു നേരത്തേക്കാണെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയതില്ലേ, സോറി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, എങ്ങനെയാ അവരെ കൺവിൻസ്ഡ് ആക്കിയത്? എന്ത് ഡീറ്റെയിൽസാ അഭിരാമി കൊടുത്തത്? അല്ല, അബിക്ക് എവിടുന്ന ഈ 15 കോടി രൂപ കിട്ടിയേ? അതോ ബാലാമണി സഹായിക്കാൻ വേണ്ടി മറ്റാരെങ്കിലും ഈ 15 കോടി രൂപ ഏൽപ്പിക്കുകയായിരുന്നു? ബാലാമണിയെ ഞാൻ ഏൽപ്പിച്ച 15 കോടി രൂപ അത് അഴകത്തെ പണം തന്നെയായിരുന്നു.